ഹലോ ഗൈസ്, ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ജോബ് ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സർവീസിൽ നമ്മുടെ ജോബ് ഷീറ്റിലേക്ക് നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന പല എക്യുപ്മെൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട്. സോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സംവിധാനം നമ്മുടെ ജെറ്റ് പാക്കിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെൻറ്ററി എന്ന ഒരു പാർട്സിനെ എങ്ങനെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പാർട്ടിനെ നമ്മൾ എങ്ങനെ ജോബ് ഷീറ്റിലേക്ക് അറ്റാച്ച് ചെയ്യും, ഈ അറ്റാച്ച് ചെയ്ത ആ ജോബ് ഷീറ്റിനകത്തുള്ള എക്യുപ്മെൻറ്റുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു GST ബില്ല് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജോബ് ഷീറ്റിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ജോബ് ഷീറ്റാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു രണ്ട് മെനു കൂടെ കാണണം. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻവെൻട്രി എന്ന് പറയുന്ന ഒരു മെനു നമുക്ക് കാണാൻ പറ്റും. സോ അതിനകത്ത് നമ്മുടെ പ്രോഡക്ട്സുകൾ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സപ്പോസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ HDMI കേബിൾ എന്ന് പറയുന്ന ഇത് കാണാം, കിങ്സ് TV റാം എനിക്ക് കാണാം. ഞാനിപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഈ SSD എന്ന് പറയുന്ന അതിൻ്റെ സ്റ്റോക്ക് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ സീരിയലിനകത്ത് നമുക്ക് ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാം കാണാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ SSD RDX 009 എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു സീരിയൽ നമ്പർ അവൈലബിൾ ആണ്. സോ ഞാൻ ഈ ഒരു പാർട്ടാണ്, ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ടാണ് നമ്മുടെ ജോബ് ഷീറ്റിലേക്ക് റീപ്ലേസ് ചെയ്തത് എന്ന് വിചാരിക്കുക. സോ ഞാനിത് എങ്ങനെയാണ് നമ്മുടെ ജോബ് ഷീറ്റിലേക്ക് ആഡ് എന്ന് കാണിക്കാം. സോ ഞാൻ ഈ പറയുന്ന സീരിയൽ നമ്പർ ഞാൻ കോപ്പി ചെയ്യുന്നു ജസ്റ്റ്. അതിനുശേഷം നേരെ ഞാൻ ജോബ് ഷീറ്റ് തുറക്കുന്നു. അതിനുശേഷം ഞാനിവിടെ കണ്ടോ, സെർച്ച് ബൈ സീരിയൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട്. ഞാൻ അവിടെ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സീരിയൽ നമ്പർ സജഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആഡ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്, അതിൻ്റെ സീരിയൽ നമ്പർ എന്താണ്, അതിൻ്റെ യൂണിറ്റ് പ്രൈസ് എത്രയാണ് ടാക്സ് എമൗണ്ട്, എത്ര ഡിസ്കൗണ്ട് എമൗണ്ട് കൊടുക്കുന്നുണ്ട്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്ട്സ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിനി എപ്പോഴാണോ നമുക്കത് വേണ്ടത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഇത് ഏത് പ്രൊഡക്റ്റാണ് ഈ പറയുന്ന നമ്മുടെ ഈ ജോബ് ഷീറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ജോബ് ഷീറ്റിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ ബില്ല് വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ജോബ് ഷീറ്റിലേക്ക് നമ്മൾ പ്രോഡക്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി. സോ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഇത് എങ്ങനെയാണ് ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് രണ്ട് ക്ലിക്കുകളാണ്. ഒന്നെന്ന് പറയുന്നത് ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ്സിനകത്ത് ഇനേബിൾ ഓട്ടോമാറ്റിക് ബിൽ കാൽക്കുലേഷൻ എന്ന് പറയുന്ന ചെക്ക് ബോക്സ് നമ്മൾ ഇനേബിൾ ചെയ്യുന്നു. സോ അതിനോട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇതുവരെയുള്ള നമ്മുടെ എസ്റ്റിമേഷൻ ടോട്ടൽ എമൗണ്ട് 5000 ആയിരുന്നു. 3000 ആയിരുന്നു നമ്മൾ റിസീവ് ചെയ്ത്, 2000 നമുക്ക് ബാലൻസ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക് ബിൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 4660 എത്രയാണോ ഈ പാർട്ടിൻ്റെ വില അതും കൂടെ നമ്മുടെ ബില്ലിലേക്ക് ആഡ് ചെയ്ത് വരും. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അഡീഷണൽ ചാർജ് സബ് ടോട്ടലായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ എമൗണ്ട് നമുക്ക് വന്നു. അതിനുശേഷം നമ്മൾ അഡീഷണൽ ചാർജസ് ആയിട്ട് നമുക്ക് 5000 കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് ആയിട്ട് നമുക്ക് ആ പാർട്സിൻ്റെ എമൗണ്ട് പ്ലസ് നമ്മുടെ എല്ലാ സബ് ടോട്ടലും നമ്മൾ കാണിച്ചിട്ട് 13,968 രൂപ കാണിക്കുന്നുണ്ട്. നമുക്ക് 3000 രൂപ റിസീവ് ചെയ്തത്. ഔട്ട്സ്റ്റാൻഡിംഗ് കാർഡ്സ് ഇപ്പോൾ ഇനിയും 10,968 രൂപ നമുക്ക് കിട്ടാറുണ്ട്. സോ നമ്മൾ ഈ ബില്ല് ആഡ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ പുതിയൊരു ബില്ലിംഗ് ലോഗ് കിട്ടി. സോ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് സേവ് ചെയ്ത് വെക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ബില്ല് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ജനറേറ്റ് ബില്ല് എന്ന് പറയുന്ന ഈ ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു 2 സെക്കൻഡ് ഡിലേ ഉണ്ടാവും. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ GST ബില്ല് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് റിസീവ്ഡ് എമൗണ്ട് 3000 വന്നിട്ടുണ്ട്. സോ 13,968 രൂപയാണ് ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുന്നത്. സോ അവർക്ക് ഇവിടെയും QR കോഡ് പേയ്മെൻറ്റ് ഇൻഡിക്കേഷൻ നടന്നിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബില്ലിംഗ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതും പ്രിൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സോ ഇത് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും ഇനി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇൻവോയ്സ് ID ഓട്ടോമാറ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഈ ബില്ല് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റും. ഇനി ഇവിടെ നിന്നല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ സെയിൽസിനകത്ത് ഇൻവോയ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ ആ ഇൻവോയ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഇൻവോയ്സിനകത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള എക്സാക്ട്ലി നമ്മൾ ചെയ്ത അതേ സാധനങ്ങൾ, നമ്മൾ ഏത് പാർട്ടാണ് വിട്ടത്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സോ അത് മാത്രമല്ല, നിങ്ങൾക്ക് ലെഡ്ജർ വ്യൂ എടുക്കണമെങ്കിൽ ലെഡ്ജേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഡ്ജേഴ്സിനകത്ത് ഇന്നത്തെ ഡേറ്റ് നമ്മൾ സെർച്ച് ചെയ്യുകയാണ് 30-ാം തീയതി. അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അതിൻ്റെ ലെഡ്ജർ വ്യൂ ഉണ്ടാവും. അതിനകത്ത് ഇൻവോയ്സ് നമ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ് എന്താണ്, ഇത് ഏത് ആർക്കാണ് വിറ്റത്, ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത്, പ്രൊഡക്റ്റ് ഏതാണ്, അതിൻ്റെ HSN കോഡ് എന്താണ്, ബാച്ച് നമ്പർ ഏതാണ്, ക്വാണ്ടിറ്റി ഏതാണ്, അതുപോലെ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അത്, ഗ്രാൻഡ് ടോട്ടൽ എത്രയാണ്, ടാക്സബിൾ എമൗണ്ട് എത്രയാണ്, ഇൻ്റഗ്രേറ്റഡ് ടാക്സുകൾ അതായത് GST, SGST, IGST ഉണ്ടെങ്കിൽ അത് ടോട്ടൽ GST എത്രയാണ്, പേയ്മെൻറ്റ് മോഡ് ഏതാണ്, സ്റ്റാറ്റസ് എന്താണ്, ട്രാൻസാക്ഷൻ ടൈപ്പ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇത് വീഡിയോയിൽ പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പിന്നെ കാണാം.